മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 5/10/1996 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം. പുണർദം 1-ാം പാദം. ചിങ്ങ ലഗ്നം. ലഗ്നത്തിൽ ശുക്രൻ, 2-ൽ സൂര്യൻ, ബുധൻ, രാഹു. 3-4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ വ്യാഴം. 6-7 ഭാവങ്ങൾ ശൂന്യം. 8-ൽ ശനി, കേതു. 9-10 ഭാവങ്ങൾ ശൂന്യം. 11-ൽ ചന്ദ്രൻ. 12-ൽ കുജൻ, ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ ഗ്രഹനില കൂടിയാണിത്. നിലവിൽ അദ്ദേഹത്തിന് ജോലി നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഭയക്കാനൊന്നുമില്ല. അത് വലിയ താമസമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. ചിലപ്പോൾ അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു ഓഫറാകാനും സാധ്യത വളരെ കൂടുതലാണ്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത്, ഒന്ന്, 10-ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം ശുക്രനാണ്. വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രബല ഗ്രഹം തന്നെയാണ് ശുക്രൻ. അത് ലഗ്നത്തിൽ നിൽക്കുന്നു, ശത്രു ക്ഷേത്രത്തിലാണ്. അവിടേക്ക് രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടികളുണ്ട്. രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടിയും ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയും. ഇത്തരം ആളുകൾക്ക് വിദേശ രാജ്യങ്ങളുമായി രാഹു ശുക്രൻ കോമ്പിനേഷൻ, അതിൽ ഗുളികൻ്റെയും കൂടെ ദൃഷ്ടി വരുന്ന സമയത്ത് ഇത്തരം ആളുകൾക്ക് ജന്മനാട്ടിൽ നിന്നും മാറി അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ അത്തരം ഗ്രഹനിലകൾ ധാരാളമായിട്ട് വരാറുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനുള്ള യോഗം ഇവർക്കുണ്ട്, ഇല്ല എന്നല്ല, തീർച്ചയായിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് അദ്ദേഹം നിലവിൽ വിദേശ രാജ്യത്ത് തന്നെ ജോലി ചെയ്യുന്നതിൻ്റെ കാരണം. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജോലി ഏതെങ്കിലും സാഹചര്യത്തിൽ നിൽക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായിട്ട് അത്ര തൃപ്തികരമല്ലാത്ത അന്തരീക്ഷം അവിടെ രൂപപ്പെടാനോ ഉള്ളൊരു സാഹചര്യം ഗുളികൻ്റെ ദൃഷ്ടി വഴി, 10-ാം ഭാവാധിപനെ ദൃഷ്ടി ചെയ്യുന്നത് വഴി ഉണ്ടാകാം. അതവിടെ കൃത്യമായിട്ടുണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഭയക്കേണ്ടതില്ല. അത് മാറി ഓട്ടോമാറ്റിക്കലി തന്നെ അതിന് ഗുണപ്രദമായിട്ടുള്ള രീതി വരും. കാരണം 5-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 9-ാമത്തെ ദൃഷ്ടി 10-ാം ഭാവാധിപനെ പ്രത്യേകിച്ചും ലഗ്നത്തിലേക്ക് ദൃഷ്ടി വന്നു കഴിഞ്ഞു. അപ്പോൾ രാഹു ഗുളികൻ നെഗറ്റീവ്സ് ഉണ്ടാക്കിയാൽ തന്നെ വ്യാഴം അതിനെ ഊരിക്കൊടുക്കും. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ജോലി നഷ്ടം സംഭവിച്ചത്? ഗുളികൻ ദൃഷ്ടി ചെയ്താൽ രാഹുവിൻ്റെ ദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യണമെന്നും ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കെ എന്തെങ്കിലും സാഹചര്യവശാൽ അത് മാറി മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു കമ്പനിയിലേക്ക്, മറ്റൊരു ഇടത്തേക്ക് മാറണമെന്നതും ഇതേ ഛായാഗ്രഹങ്ങളുടെ റൂള് തന്നെയാണ്. അതവിടെ വർക്കായിട്ടുണ്ട് എങ്കിൽ വ്യാഴത്തിൻ്റെ 9-ാമത്തെ ദൃഷ്ടിയും വർക്കാകും. പ്രത്യേകിച്ചും ഇദ്ദേഹം വ്യാഴത്തിൻ്റെ അപഹാരത്തിലാണ്, ശനിയിൽ വ്യാഴത്തിൻ്റെ അപഹാരത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് കിട്ടുക തന്നെ ചെയ്യും, വലിയ കാലതാമസമൊന്നും ഇല്ലാതെ തന്നെ. ഏറിപ്പോയാൽ 6 മാസത്തിനകം തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുകയേ വേണ്ടൂ. അപ്പോഴും അത് കിട്ടിയാലും വീണ്ടും ഇത് തന്നെ ഏതെങ്കിലും രീതിയിൽ ആവർത്തിക്കാം. ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത്, പുതിയൊരു അന്തരീക്ഷത്തിൽ, ചിലപ്പോൾ അതേ കമ്പനി തന്നെ ആവാം, മറ്റൊരിടത്തായിരിക്കാം. ആ ഒരു രീതിയിൽ അതിനെ കണ്ടുകൊള്ളുക. അതേപോലെ തന്നെ ഇദ്ദേഹം ലൈഫ് ലോങ് ചെലവുകളെ വളരെയധികം ശ്രദ്ധിക്കണം. 12-ൽ ചെലവിൻ്റെ സ്ഥാനത്ത് നീചനായി കുജൻ നിൽക്കുന്നു. അതേപോലെ തന്നെ ഗുളികനോടൊത്തുള്ള കുജനും ആണ്. ശ്രദ്ധിക്കണം. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കോമ്പിനേഷനാണ്. നീചനായി കുജൻ പോലെയുള്ള ശക്തനായിട്ടുള്ള ഗ്രഹം നീചനായിട്ട് നിൽക്കുകയും അതിനോടൊത്ത് ഗുളികൻ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ചും ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. അത് ലൈഫ് ലോങ് ശ്രദ്ധിച്ചു മാത്രമേ, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പണം ചെലവഴിക്കൂ എന്ന് പറയുന്ന ഒരു നിയമം നമ്മൾ തന്നെ നിലവിൽ കൊണ്ടുവരിക. അപ്പോൾ അത് ഈ അനാവശ്യമായിട്ടുള്ള ചെലവുകളിൽ നിന്നും ഒരു രക്ഷ നമ്മൾക്ക് തന്നെ അവിടെ സൃഷ്ടിക്കാൻ കഴിയും. അതിനനുസരിച്ച് അത് ലാഭമായിട്ട് മാറുകയും ചെയ്യും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ജോലിയോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ കൂടുതൽ ശ്രദ്ധിക്കുക എന്നതിലുപരിയായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലഗ്നം 5, 6, 7, 7-ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം ശനി 8-ൽ കേതുവിനോടൊത്ത് നിൽക്കുന്നു. പൊതുവേ ശനി ഒക്കെ വന്നു കഴിഞ്ഞാൽ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്കൊരല്പം കാലതാമസം ധാരാളം ആളുകൾ കാണിക്കാറുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ലാതാനും. പക്ഷേ അവിടേക്ക് സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ബുധൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, രാഹുവും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അതിലേക്ക് വരുന്ന ഈ 3 ദൃഷ്ടികളും 3 രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. 1, സൂര്യൻ്റെ ദൃഷ്ടിയോടെ വരുമ്പോൾ അത് ശത്രു ദൃഷ്ടിയായിട്ട് മാറി, ശനി സൂര്യൻ ബന്ധം വന്നു. 2,
രാഹു അവിടെ ദൃഷ്ടി 7ാം ദൃഷ്ടി നടത്തുന്ന സമയത്ത് അത് ശനി രാഹു ബന്ധം വന്നു. 3 സ്വന്തം ക്ഷേത്രത്തിൽ ഉച്ചനായി നിൽക്കുന്ന ബുധൻ ദൃഷ്ടി ചെയ്യുമ്പോൾ അത് ഇവിടെ എത്തുമ്പോൾ മീനത്തിലെത്തുമ്പോൾ അത് നീച ദൃഷ്ടിയായിട്ട് മാറും. ഇത് 3ഉം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്, അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. CCC കാസ്റ്റ്, കമ്മ്യൂണിറ്റി ഓർ കൾച്ചർ, ഇത് 3ഉമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഏറ്റക്കുറച്ചിലുകളുള്ള വിവാഹമൊക്കെ യോജിച്ച് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും കൃത്യമായിട്ട് ചിങ്ങലഗ്നമാണ്, കൃത്യമായിട്ട് ജാതക പരിശോധന നടത്തിയ ശേഷം മാത്രമേ വിവാഹം നടത്താവൂ. അതല്ലാത്ത പക്ഷം ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയുണ്ട്. മനസ്സിനെ ഏതെങ്കിലും രീതിയിൽ ടെൻഷൻ അടിപ്പിക്കുന്ന അതല്ലെങ്കിൽ ടെൻഷൻ വരുത്തുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, കൃത്യമായിട്ട് പരിഹാരങ്ങൾ നേരത്തെ കൂട്ടി തന്നെ ചെയ്യുക. എന്നതിന് ശേഷമേ വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങാവൂ. അതിൽ തന്നെ ചേർക്കേണ്ടത് മാത്രമേ ചേർക്കാവൂ. അതല്ലാത്ത പക്ഷം വിവാഹ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇത് ഈ ഗ്രഹനിലയിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. വ്യാഴം ചന്ദ്രനിലേക്ക് 7ാം ദൃഷ്ടി നടത്തുന്നുണ്ട്. ഗുളികൻ്റെ ദൃഷ്ടി കൊണ്ട് വരുന്ന നെഗറ്റീവ്സിന് ഒരു പരിധിയിൽ കൂടുതൽ അത് പോസിറ്റീവ് ആക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ചന്ദ്രനെ. പക്ഷേ എന്നിരുന്നാലും ഒരു മുൻകരുതൽ എടുത്ത് തന്നെ പോകണം. കാരണം ചന്ദ്രനിലേക്ക് വരുന്ന 12ാമത്തെ ദൃഷ്ടി ഗുളികൻ്റേതായതുകൊണ്ടും ഗുളികന് കട്ടി സ്വഭാവം കൂടുതലായതുകൊണ്ടും അത് 12ൽ നിൽക്കുന്നത് കൊണ്ടും ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ് എന്ന് സാരം. അവിടെയാണ് ശുക്രനിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗുളികനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവിടെ ചിന്തിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് വിവാഹകാരക ഗ്രഹമാണ് ഏതൊരാളെ സംബന്ധിച്ചും ശുക്രൻ. അപ്പോൾ ചന്ദ്രനിലേക്ക് ശുക്രൻ ദൃഷ്ടി നടത്തുകയും ശുക്രനിലേക്ക് ഗുളികൻ ദൃഷ്ടി നടത്തുകയും ചെയ്യുന്നു. രണ്ടിടത്തേക്കും ഭാഗ്യവശാൽ വ്യാഴത്തിൻ്റെ 7ാം ദൃഷ്ടിയും 9ാം ദൃഷ്ടിയും വന്നിട്ടുള്ളത് കൊണ്ട് ഭയപ്പെടേണ്ടതില്ല. എന്നാലും ഒരു സുരക്ഷ, ഒരു ജാഗ്രത, ഒരു ശ്രദ്ധ നിർബന്ധമായും അത്യാവശ്യമാണ്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായിട്ടെടുത്ത് പോവുക. ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്താൽ പുണർദമാണ് നക്ഷത്രം, ഗുരു ദശയിൽ ജനിച്ചു, വ്യാഴദശയിൽ ജനിച്ചു. 2009 വരെ വ്യാഴം, അതിനുശേഷം ശനി 2028 വരെ, അതിനുശേഷം ബുധൻ 2045 വരെ, ശേഷം കേതു 7 കൊല്ലം 2052 വരെ, ശേഷം ശുക്രൻ 2072 വരെ, ശേഷം സൂര്യൻ, ചന്ദ്രൻ, കുജൻ, രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോവുക. അതിൽ തന്നെ നടപ്പ് ദശ നേരത്തെ പറഞ്ഞു ശനിയിൽ ഗുരുവാണ്. 13/11/2025 തൊട്ട് 26/5/2028 വരെ ശനിദശയിൽ ഗുരുവിൻ്റെ അപഹാരം. ശനിയാണ് ഒരല്പം ശ്രദ്ധ. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ശനി വരുത്തി വയ്ക്കും. കേതുകൊണ്ട് സൂര്യൻ, ബുധൻ, രാഹു ഒക്കെ ദൃഷ്ടി വരുന്ന ശനിയാണ്. എന്നിരുന്നാൽ തന്നെ വ്യാഴത്തിൻ്റെ അപഹാരമുള്ളതുകൊണ്ട് ഒരു നെഗറ്റീവ് ഉണ്ടായാൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ഭംഗം ചെയ്ത് അല്ലെങ്കിൽ ഇല്ലാതാക്കി അത് പോസിറ്റീവ് ആക്കി കൊടുക്കാനുള്ള ഒരു ശേഷി വ്യാഴത്തിനോടുണ്ട്. കാരണം ലഗ്നത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 10ാം ഭാവാധിപൻ ലഗ്നത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രനിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ഈ 3 കാരണങ്ങൾ വളരെ ഇഫക്റ്റീവാണ്, വളരെ പവർഫുള്ളാണ്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ കൂടെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നതിൻ്റെ വേഗതയെ കുറച്ച് കൂട്ടാൻ പറ്റും. നെഗറ്റീവ്സിൻ്റെ തോതിനെ ഒരു പരിധിയിൽ കൂടുതൽ കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പോയാൽ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഗ്രഹങ്ങളുടെ പൊസിഷനെല്ലാം ഉള്ള ഒരു ഗ്രഹനിലയാണിത് എന്ന് തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.